4 മിനിറ്റ് കൊണ്ട് 4 മാർക്ക്. കാര്യം ഇതാണ്, ദാ പിടിച്ചോ ചോദ്യം. കോശ ശ്വസനം, അതായത് സെല്ലുലാർ റെസ്പിറേഷനുമായി ബന്ധപ്പെട്ട ഈ ഒരു പട്ടിക ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കാം. ഗ്ലൈക്കോളിസിസ്, ക്രെബ്സ് പരിവൃത്തി. അതായത് ഇത് സെല്ലുലാർ റെസ്പിറേഷൻ്റെ 2 സ്റ്റേജാണ്. ഫസ്റ്റ് സ്റ്റേജ് ഗ്ലൈക്കോളിസിസ്, രണ്ടാമത്തെ സ്റ്റേജ് ക്രെബ്സ് പരിവൃത്തി. ഇംഗ്ലീഷിൽ ആദ്യം G ആണ്, പിന്നെയാണ് K. ഓക്കെ. ഇനി ഗ്ലൈക്കോളിസിസിന്റെ സ്ഥാനം അല്ലെങ്കിൽ ലൊക്കേഷൻ എല്ലാവർക്കും അറിയാം. ഗ്ലൈക്കോളിസിസിന്റെ സ്ഥാനം എവിടെയാണ്? കോശത്തിലെ സൈറ്റോപ്ലാസത്തിന്റെ ഏതെങ്കിലും ഒരു മൂലയിലാണ് എന്ത് നടക്കുക? ഗ്ലൈക്കോളിസിസ് നടക്കുക, അല്ലെങ്കിൽ കോശദ്രവ്യത്തിൽ മലയാളത്തിൽ പറയുകയാണെങ്കിൽ. പക്ഷേ ക്രെബ്സ് പരിവൃത്തി അങ്ങനെയാണോ? ക്രെബ്സ് പരിവൃത്തി സ്റ്റാൻഡേർഡ് പരിപാടിയാണ്. അതങ്ങനെ ഏതെങ്കിലും ഒരു മൂലയിൽ നടക്കില്ല. സൈറ്റോപ്ലാസത്തിന്റെ ഏതെങ്കിലും മൂലയിൽ നടക്കുന്ന പരിപാടിയല്ല ക്രെബ്സ് പരിവൃത്തി. അതിനൊരു സ്പെഷ്യൽ സ്ഥലമുണ്ട്. ആ സ്പെഷ്യൽ സ്ഥലമാണ് എന്ത്? മൈറ്റോകോൺട്രിയ. ഞാനൊരു കോഡ് പറഞ്ഞു തന്നിരുന്നു. ക്രിമി മീൻസ് ക്രെബ്സ് സൈക്കിൾ, മൈറ്റോകോൺട്രിയ. ഓക്കെ, അപ്പോൾ കിട്ടൂലേ? അപ്പോൾ ക്രെബ്സ് സൈക്കിൾ മൈറ്റോകോൺട്രിയയിലും പിന്നെന്താണ്? ഗ്ലൈക്കോളിസിസ് എവിടെ ആയിരിക്കും നടക്കുക? സൈറ്റോപ്ലാസം അല്ലെങ്കിൽ കോശദ്രവ്യം. അപ്പോൾ ഈ 1ന്റെയും 2ന്റെയും ആൻസർ കിട്ടി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇവിടെ എഴുതിയാൽ അതൊരു ബോറാവും. സോ ഞാൻ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഇനി രണ്ടാമത്തെ ചോദ്യം ഇതാണ്. രണ്ടാമത്തെ സെറ്റ്. ഗ്ലൈക്കോളിസിസിൽ ഓക്സിജന്റെ ആവശ്യകത ഉണ്ടോ അതോ ഇല്ലയോ? നീഡ് ഓഫ് ഓക്സിജൻ, ആവശ്യകത ഉണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ പറയണം. അതുപോലെ തന്നെ ക്രെബ്സ് പരിവൃത്തിയിൽ അതിൻ്റെ ഓക്സിജന്റെ ആവശ്യകത ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് പറയണം. ഞാൻ വെറുതെ ടിക്കിട്ടതല്ല, അത് പറഞ്ഞു തരാം. ഓക്കെ. ഗ്ലൈക്കോളിസിസിൽ ഓക്സിജന്റെ ആവശ്യകത ഉണ്ടോ? ഇല്ല. 3 വട്ടം ഇല്ല. എന്നാൽ ക്രെബ്സ് പരിവൃത്തി അങ്ങനെയല്ല. ഞാൻ വീണ്ടും പറയുന്നു, ക്രെബ്സ് പരിവൃത്തി ഒരു സ്റ്റാൻഡേർഡ് പ്രോഗ്രാമാണ്. ക്രെബ്സ് പരിവൃത്തി ഒരു സ്റ്റാൻഡേർഡ് പ്രോഗ്രാമാണെന്നുള്ളത് മാത്രം നിങ്ങൾ ആലോചിച്ചാൽ മതി. അപ്പോൾ സ്വാഭാവികമായിട്ടും ആരുടെ ആവശ്യമുണ്ട്? ഓക്സിജന്റെ ആവശ്യം ഉണ്ട്. അപ്പോൾ ഇവിടെ ഈ ടിക്ക് ഇങ്ങനെ തന്നെ കിടക്കട്ടെ, പക്ഷെ ഇവിടെ ഈ ടിക്ക് ഇങ്ങനെ കിടക്കട്ടെ. ഓക്കെ. അപ്പോൾ ഗ്ലൈക്കോളിസിസിന് എന്ത് ആവശ്യമില്ല? ഓക്സിജന്റെ ആവശ്യമില്ല. ക്രെബ്സ് പരിവൃത്തിയിൽ ഓക്സിജന്റെ ആവശ്യം ഉണ്ട്. ഓക്കെ, കിട്ടിയില്ലേ? അപ്പോൾ അതും ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇനി ലാസ്റ്റ് ഗ്ലൈക്കോളിസിസിൽ എന്തോ ഒരു സാധനത്തിനെ പൈറൂവിക് ആസിഡ് ആക്കി മാറ്റും. ഞാൻ നേരത്തെ അതിന്റെ ഉത്തരം ഇങ്ങനെ പറയാൻ വന്നു. എന്താണ്? ഗ്ലൂക്കോസ്. എന്താണ്? ഗ്ലൂക്കോസ്. അപ്പോൾ ഗ്ലൈക്കോളിസിസിൽ ഗ്ലൂക്കോസിനെ എന്താക്കി മാറ്റും? പൈറൂവിക് ആസിഡ് ആക്കി മാറ്റും. ഇപ്പൊ നമ്മളെ കയ്യിൽ എന്താ ഉള്ളത്? പൈറൂവിക് ആസിഡ്. ആ പൈറൂവിക് ആസിഡിനെ നമ്മൾ സ്റ്റാൻഡേർഡ് പരിപാടി ഏതാണ്? ക്രെബ്സ് സൈക്കിൾ. ആ ക്രെബ്സ് സൈക്കിൾ അല്ലെങ്കിൽ ക്രെബ്സ് പരിവൃത്തിയിൽ ഈ പൈറൂവിക് ആസിഡിനെ എന്താക്കി മാറ്റും? കാർബൺ ഡൈ ഓക്സൈഡും ജലവുമാക്കി മാറ്റും. ഇവിടെ പോയി കാർബൺ ഡൈ ഓക്സൈഡും വാട്ടർ ജലവുമാക്കി മാറ്റും. അപ്പോൾ അതിൻ്റെ ഉത്തരം കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഓക്കെ. ഗ്ലൈക്കോളിസിസിൽ ഗ്ലൂക്കോസിനെ പൈറൂവിക് ആസിഡ് ആക്കി മാറ്റും. അതേ പൈറൂവിക് ആസിഡിനെ ക്രെബ്സ് സൈക്കിളിൽ കാർബൺ ഡൈ ഓക്സൈഡും ജലവുമാക്കി മാറ്റും. ഓക്കെ. അപ്പോൾ ഇത് കിട്ടിയില്ലേ? ഇന്ന് അപ്പോൾ എത്ര മാർക്ക് കിട്ടി? 3 മാർക്ക് കിട്ടി. ഞാൻ എത്ര മാർക്കാണ് പറഞ്ഞിരുന്നത്? 4 മാർക്കല്ലേ പറഞ്ഞത്? എന്നാ കേട്ടോളി, ഒരു ചോദ്യം കൂടി വെറുതെ ഒരു രസത്തിന്. എന്നാ പിടിച്ചോ. ടൈഡൽ വോളിയത്തിന്റെ അളവ് എത്ര? വാട്ട് ഈസ് ദ നോർമൽ റേഞ്ച് ഓഫ് ടൈഡൽ വോളിയം? എന്നാ പിടിക്കടാ. 1/2 ലിറ്റർ. അതായത് 500 ml. കിട്ടിയില്ലടാ? 4 മിനിറ്റ് കൊണ്ട് 4 മാർക്ക്. പൊളി.